Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കൊളസ്ട്രോളിന് നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റിയ പച്ചമരുന്ന് എന്താണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതക്രമവും ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മദ്യപാനം പോലുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് കൊളസ്ട്രോളുള്ള ഒരു ഹോം റെമഡി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നെല്ലിക്ക, അതിവിടെ ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കണം. ഇത് കഴുകിയതിന് ശേഷമാണ് കുരു കളഞ്ഞ് അരിഞ്ഞൊക്കെ എടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മുളകെടുക്കാം, പച്ചമുളക് എടുക്കാം. അത് എരിവിനനുസരിച്ച് നിങ്ങളെടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഇഞ്ചി നമുക്ക് അല്പം കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആദ്യം എടുക്കുമ്പോൾ കുറച്ചെടുക്കുക, പിന്നീട് നമുക്കൊരല്പം കൂട്ടിയെടുക്കുന്നത് തന്നെയാണ് ഈ ഒരു കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട്, കുറച്ച് നിർത്താനായിട്ടൊക്കെ നല്ലത്. 3 ഇതൾ കറിവേപ്പില, പിന്നെ നമുക്കൊരല്പം ഉപ്പും അതുപോലെ തന്നെ വെള്ളവുമാണ് ഇതിനായിട്ട് വേണ്ടത്. നമുക്കറിയാം ഇതിൽ പറഞ്ഞിരിക്കുന്ന നെല്ലിക്ക, കറിവേപ്പില, കാന്താരി മുളക്, ഇഞ്ചി ഇതെല്ലാം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണല്ലേ. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്ന് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ടോട്ടൽ ഇതിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ബാക്കി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും നെല്ലിക്ക ജ്യൂസ് ഡൈല്യൂട്ട് ചെയ്ത് വേണം കുടിക്കാനായിട്ട്. ഇതിനിപ്പോൾ അരിക്കാതെ കുടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കുടിക്കാം. പക്ഷേ റെഗുലറായിട്ട് കുടിക്കുമ്പോൾ അരിച്ച് കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കിതിലേക്കൊരു ടേസ്റ്റിനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർ ഉപ്പ് ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു സ്പെഷ്യൽ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ദിവസവും നമ്മൾ ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ വ്യായാമങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൊഴുപ്പുള്ള ആഹാരം അത് എന്തായാലും ഒഴിവാക്കുക തന്നെ ചെയ്യുക. മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. വെളുത്തുള്ളി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴക്കുടപ്പൻ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ നിത്യേന മാറി മാറി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നെല്ലിക്ക ജ്യൂസ് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാവോ എന്ന് ചോദിച്ചാൽ വെറും വയറ്റിൽ കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക. നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാം. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അല്ലാതെ നെല്ലിക്കയുടെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കരുത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെള്ളത്തിന് പകരം പാടമാറ്റിയ പാൽ ഉപയോഗിച്ചുണ്ടാക്കിയ മോര് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതും വളരെ ടേസ്റ്റിയുള്ള, അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെയേറെ ഗുണകരവുമായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമുക്ക് കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമുള്ള ഒന്നല്ല കേട്ടോ. നല്ല നമുക്ക് നെല്ലിക്കായും കാന്താരിയും ഒക്കെയാണ്, ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഇത് ടേസ്റ്റ് പോറായിരിക്കുമെന്നൊന്നും ആരും കരുതണ്ട. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ആ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് വന്നിട്ട് നല്ല രസമാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നെല്ലിക്ക നമ്മൾ ഇത്തരത്തിൽ തയ്യാറാക്കി ഉപയോഗിക്കുമ്പോൾ ഒരു 3 മാസം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. നമുക്ക് എന്തോരം മാറ്റങ്ങൾ വന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൊക്കെ കുറവ് വരുത്താൻ സാധിക്കും. ഇത് നമ്മുടെ മുടിയുടെയും ചർമ്മത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾ അകറ്റുവാനും ഈ നെല്ലിക്ക നമ്മൾ ഇതേ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അകറ്റുന്നതിനും അതുപോലെ തന്നെ വയറ് കുറയ്ക്കുന്നതിനുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.